നേരമില്ല എന്ന് കാണുമ്പോഴേക്ക് ഷോപ്പിങ്ങിന്റെ പേരിലോ അതല്ലെങ്കിൽ പരിപാടിയുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ പുറത്തിറങ്ങുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളെ സ്വാലിഹത്തുകളല്ല. ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് കൂടെ ഞാനൊന്ന് പറയട്ടെ എന്റെ ഉമ്മമാരെ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കൽ സുന്നത്തുണ്ട്, എന്നാൽ അത് നിർബന്ധമില്ല. നിങ്ങൾ കൂലി ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകണമെന്ന്, എന്നാ നിങ്ങൾക്ക് കിട്ടുന്ന ചില പ്രതിഫലങ്ങളുണ്ട്. ഏതാണ് ആ പ്രതിഫലം എന്നറിയണോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു സ്വാലിഹത്തായ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ഒരു വസ്ത്രം അലക്കി കൊടുത്താൽ, ഒരൊറ്റ വസ്ത്രം ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു വസ്ത്രം ഒരു പെണ്ണ് അലക്കി കൊടുക്കുകയാണ് ഭർത്താവിൻ്റെത്. ഭർത്താവിൻ്റെത് അലക്കി കൊടുക്കുമ്പോ റബ്ബിന്റെ പൊരുത്തമാണ്. എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുത്താൽ, ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളെ തൊട്ട് നരകത്തിന്റെ 8 കവാടങ്ങള് അല്ലാഹു അടച്ചു കൊടുക്കുന്നു.